നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. തരൂർ എന്നാണ് ബി.ജെ.പിയിലേക്ക്. രാഷ്ട്രീയ കേരളം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. പെഹൽഗാം പോരാട്ടം രാജ്യാന്തരതലത്തിൽ വിശദീകരിക്കുന്ന സമിതികളിൽ ഒന്നിന്റെ അധ്യക്ഷനായി തരൂരിനെ കേന്ദ്രം നിയമിച്ച ശേഷം ആ ചോദ്യത്തിന് വ്യാപ്തി കൂടി. ഒടുവിൽ കോൺഗ്രസിന് ആ തീരുമാനം അംഗീകരിക്കേണ്ടിയും വന്നു. ഇന്ന് എന്തുകൊണ്ടാണ് പ്രതിനിധികളുടെ ലിസ്റ്റിൽ കോൺഗ്രസ് തരൂരിന്റെ പേര് ഉൾപ്പെടുത്താതിരുന്നത്? തരൂരിൽ പാർട്ടി കണ്ട അയോഗ്യത എന്തായിരുന്നു? പാർട്ടിയുടെ അനുവാദം വാങ്ങാതെ തരൂർ സമ്മതം മൂളിയത് ശരിയാണോ? കോൺഗ്രസിനോട് ചോദിക്കാതെ കേന്ദ്രം ലിസ്റ്റ് തയ്യാറാക്കിയത് മര്യാദയാണോ? അങ്ങനെ ആദ്യം ചോദിച്ച ചോദ്യത്തിനൊപ്പം ഒരുപിടി ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. ഏതായാലും തരൂർ ചെറുതൊന്നുമല്ല പാർട്ടിയെ, കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇനി അറിയേണ്ടത് തരൂരിന്റെ മനസ്സാണ്. ശരീരഭാഷയിൽ ഒരു കോൺഗ്രസ്സുകാരനായി അല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അദ്ദേഹം പെരുമാറുന്നത്. ബി.ജെ.പി ആകട്ടെ തരൂരിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, തരൂർ എന്നാണ് ഇനി ബി.ജെ.പിയിലേക്ക്? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ് സ്റ്റുഡിയോയിലിനോടൊപ്പമുണ്ട്. ശ്രീ ബി റജി കോൺഗ്രസ് നിരീക്ഷകനും എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നു. ശ്രീ കേണൽ ഡിന്നി ബി.ജെ.പി പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ പി.ജെ. വിൻസെന്റ് വിദേശകാര്യ വിദഗ്ധനും. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, എന്നാണ് തരൂർ ബി.ജെ.പിക്കാരനാകുന്നത്? കൗതുകരമായ ചോദ്യമാണ്. ബി.ജെ.പിക്കാരൻ എന്നാകും എന്നതിനേക്കാൾ പ്രധാനം തരൂരിനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനാവുമോ എന്നതാണ്. ഇപ്പോൾ നിലവിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾ അല്ലെങ്കിൽ ചില വാദഗതികൾ തരൂർ അതിന് അനുരൂപമായി ഇൻ ടാൻഡം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു തോന്നലുണ്ടാകാം തരൂർ ബി.ജെ.പി ലൈനിലാണോ പോകുന്നത്, ബി.ജെ.പിയുമായി എന്തെങ്കിലും ബാന്ധവം ഉണ്ടോ, എന്തെങ്കിലും അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടോ, തരൂരിന് എന്തെങ്കിലും ഗ്യാരൻറ്റികൾ ബി.ജെ.പി നൽകിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്, തരൂർ അതുക്കും മേലെയാണ്. അതുക്കും മേലെ എന്ന് പറഞ്ഞാൽ തരൂർ എക്കാലത്തും ആഗ്രഹിച്ച ഒരു കാര്യമാണ് തൻ്റെ വിശ്വപൗരൻ എന്ന സ്റ്റേറ്റസ് നിലനിർത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ ഷോക്കേസ് ചെയ്യാൻ കഴിയണം. വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പന്ഥാവ് ഇന്ത്യക്കുള്ളിൽ വെട്ടിത്തുറക്കാൻ കഴിയണം. ഈ രണ്ട് കാര്യങ്ങളാണ് തരൂരിനുള്ളത്. രണ്ടാമത്തെ കാര്യത്തിൽ തരൂർ പൂർണ്ണ പരാജയമായിരുന്നു. വ്യത്യസ്തമായ പന്ഥാവ് വെട്ടിത്തുറക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല ഇന്ത്യയിലെ പാർട്ടി വ്യവസ്ഥിതി, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ. അതിൻ്റെ അധ്യക്ഷനാകാൻ തരൂർ ശ്രമം നടത്തി 2 വർഷം മുൻപ്. അത് ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഒരു വ്യത്യസ്തമായ മുഖം അന്ന് മുതലേ ലഭിച്ചു. ഒരു കൺവെൻഷണൽ സെൻസിലെ ഒരു റിബൽ പൊളിറ്റീഷ്യൻ അല്ല തരൂർ. പക്ഷേ നേതൃത്വത്തിൻ്റെ വിപ്പ് അനുസരിച്ച് പൂർണ്ണമായി നാക്ക് ചലിപ്പിക്കാൻ തയ്യാറാവാത്ത രീതിയിലേക്ക് തരൂർ വളർന്നു. അതുമാത്രമല്ല, തരൂരിനെ അവഗണിച്ചുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവാത്ത ഒരന്തരീക്ഷവും വന്നു. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് എപ്പിസോഡിലും കാണുന്നത് അതാണ്. തരൂരിനെ മനസ്സില്ലാ മനസ്സോട് അവസാന നിമിഷം ഉൾക്കൊള്ളാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ തരൂർ പിടിച്ചിടം തന്നെ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അതിന് വളരെ കൃത്യമായി അദ്ദേഹം ഉപയോഗിച്ചത് രാഷ്ട്രമുണ്ടായാൽ മാത്രമേ രാഷ്ട്രീയം ഉണ്ടാവുകയുള്ളൂ. അത് കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കി. കാരണം ഈ ഒരു പ്രത്യേക വിഷയത്തിൽ രാജ്യ താല്പര്യത്തിന് അനുസൃതമായി പെരുമാറുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അവിടെയും പാർട്ടിയാണ് തരൂർ കുഴപ്പിക്കുന്നത്. അങ്ങ് തള്ളിപ്പളയാൻ പറ്റില്ല. കോൺഗ്രസിന് 4 അംഗ ലിസ്റ്റ് നൽകിയെങ്കിൽ പോലും, തരൂരിനെ ഉൾപ്പെടുത്തിയെങ്കിൽ പോലും, പിന്നീട് കേന്ദ്രം ഉൾപ്പെടുത്തിയെങ്കിൽ പോലും തരൂരിനെ പാടില്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് പറയാൻ പറ്റുമോ? ഇത് ഒരിക്കലും പറയാനൊക്കില്ല. ശ്രീ രഞ്ജിത്തിന് രസകരമായ വസ്തുത, തരൂർ എന്ന ആള് നാച്ചുറൽ പിക്കാണ്. അദ്ദേഹം ഏത് പാർട്ടിയിൽ എന്നത് വിഷയമല്ല. ലോക രാഷ്ട്രീയം ഇത്രത്തോളം അടുത്ത് നിന്ന് കണ്ട, പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധങ്ങളിൽ നേരിട്ട്, ഇന്റർനാഷണൽ ഡിപ്ലോമസിയിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടായിരുന്ന, ദീർഘകാലം ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന, ഐക്യരാഷ്ട്ര സംഘടനയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ കൂടിയായിരുന്ന തരൂറിന് ഒരു ലേബലുണ്ട്, ഇന്റർനാഷണൽ ഒരു ലേബലുണ്ട്. തരൂർ നീഡ്സ് നോ ഇൻട്രഡക്ഷൻ. മറ്റേത് രാഷ്ട്രീയക്കാരനോ ഇവിടുത്തെ MP ആണെങ്കിലും അമേരിക്കയിൽ ചെന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നിറങ്ങുമ്പോൾ ഹൂ ഇസ് ദിസ് ഗായ് എന്ന ഒരു ചോദ്യം വരും. തരൂറിന് ഡോക്ടർ ശശി തരൂർ, വെൽ നോൺ റൈറ്റർ ആൻഡ് നൗ പൊളിറ്റീഷ്യൻ, ഫോമർ കരിയർ ഡിപ്ലോമാറ്റ്, ഈ രീതിയിലെല്ലാം അറിയപ്പെടുന്നത് കൊണ്ടാണ് തരൂർ നാച്ചുറൽ പിക്കാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ബി.ജെ.പി അല്ല പിക്ക് ചെയ്തിരിക്കുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു ബുദ്ധിപൂർവ്വം. ആരാണോ പിക്ക് ചെയ്തിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയാം, നരേന്ദ്രമോദിയും അമിത്ഷായും തിങ്ക് ടാങ്ക് അകത്തെ ഒരു സംവിധാനമുണ്ടല്ലോ, അവർ തരൂറിനെ പിക്ക് ചെയ്തതിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാമായിരുന്നു. വി ഹാവ് ഓൾറെഡി എക്സ് ഒഫീഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം
പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സമിതിയുടെ പാർലമെൻ്ററി കമ്മിറ്റി ഓൺ ഫോറിൻ അഫയേഴ്സ് അതിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹം ഉറപ്പായിട്ടുണ്ടാവണം. ഇനി അഡീഷണലായി കോൺഗ്രസിൽ നിന്നും ആരെല്ലാമാണ് വേണ്ടത് എന്ന് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വ്യത്യസ്തത ഉണ്ടാകുമായിരുന്നു. കോൺഗ്രസിന് മുഖം നഷ്ടപ്പെടില്ലായിരുന്നു. ഇവിടെ സംഭവിച്ചത് തരൂർ ഓൾറെഡി പിക്ഡ് ആണ് എന്ന പ്രതീതി കോൺഗ്രസിനുള്ളിലും ഉണ്ടായി. അതിനുശേഷം തരൂറിൻ്റെ പേര് വെച്ച് കോൺഗ്രസിന് വേണമെങ്കിൽ ഒരു ലിസ്റ്റ് കൊടുക്കാമായിരുന്നു. അതെന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നത് കോൺഗ്രസ് പാർട്ടിയും ആഴത്തിൽ ആലോചിക്കേണ്ടതല്ല. അല്ല, തരൂരിന് ഇപ്പോൾ നമുക്കറിയാം, തരൂരിനെ ആദ്യം കേന്ദ്ര സർക്കാർ സമീപിക്കുന്നു. ഇങ്ങനൊരു ഡെലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊരു മര്യാദയുണ്ടല്ലോ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി 4 തവണ തിരഞ്ഞെടുപ്പ് ജയിച്ച ഒരാളാണ്. ഒറ്റയ്ക്ക് ജയിച്ച ആളൊന്നുമല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരുപാട് പ്രധാന പദവികളിലിരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഒരു മര്യാദയുണ്ടല്ലോ. പാർട്ടിയുടെ അനുവാദം ചോദിക്കുക, ആരുടെങ്കിലും ഒന്ന് ചോദിക്കുക, ഇങ്ങനൊരു സംഗതിക്ക് തന്നെ വിളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ. ഉറപ്പായും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയോട് പറയാമായിരുന്നു. കാരണം ആ രീതിയിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. കാരണം ഊഷ്മളമായ ബന്ധം നമ്മൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തരൂരിൻ്റെ ഒരു സൈക്കേ ഒന്ന് ആലോചിക്കൂ. തരൂരിനറിയാം താനൊരു മിടുക്കനാണെന്ന് തരൂരിനറിയാം. അത് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആരും മുദ്രാവാക്യം വിളിച്ചാലും ഇല്ലെങ്കിലും തരൂരിനൊരു ഇടമുണ്ട്. തരൂരിനെ മാറ്റി നിർത്തി ഇപ്പോഴത്തെ നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്യാനാവില്ല. അതറിയാവുന്ന ഒരാളാണ് തരൂർ. അപ്പോൾ പിന്നെ ഈ തല കുമ്പിട്ട് കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് ഒരു ഓഫർ തന്നു, ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാൻ തരൂർ തയ്യാറായില്ല. അതൊരു ഈഗോയുടെ വിഷയമായിരിക്കാം, മുൻകാല അനുഭവങ്ങളുടെ വിഷയമായിരിക്കാം. മനഃപൂർവ്വമായി കോൺഗ്രസ് പാർട്ടി സൈഡ് ലൈൻ ചെയ്യുന്നു. തന്നെ മേജർ ഡിബേറ്റുകളിൽ നിന്നും മുൻകാലങ്ങളിൽ ഉപയോഗിച്ചതുപോലെ സമൃദ്ധമായി ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സ്പേസ് കൊടുക്കണം, പ്രിയങ്ക ഗാന്ധിക്ക്, രണ്ടുപേരും ലോക്സഭാംഗങ്ങളാണ്, രണ്ടുപേർക്കും സ്പേസ് കൊടുക്കണം. പിന്നെ തരൂറിന് കിട്ടുന്നത് വളരെ തുച്ഛമായ സമയമാണ്. അപ്പോൾ ആദ്യ ഊഴത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച അവസരത്തിൻ്റെ 4/1 പോലും 4ാം ഊഴത്തിൽ ലോക്സഭയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. പിന്നെ ഇനി ലഭിക്കാനുള്ളത് BJPയുടെ കനിവിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കനിവിൽ ലഭിക്കാനുള്ളതാണ്. അദ്ദേഹം എന്നും ആഗ്രഹിച്ചതാണ് ഇന്ത്യയെക്കുറിച്ച് ലോകത്തിനോട് പറയുക. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ നോക്കൂ. ഈ ഇന്ത്യയെ കണ്ടെത്തുന്ന നെഹ്റുവിന് ശേഷം ഭാരതത്തെ കണ്ടെത്താനായി എഴുതിയ കൾച്ചറൽ നാരറ്റീവ്സാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഹിന്ദുത്വ BJPയുടെ ഹിന്ദുത്വ ലൈനിൽ നിന്നും ലേശം വിഭിന്നമാണെങ്കിൽ പോലും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അത്ര സൂക്ഷ്മദർശിനി വെച്ച് അത് നോക്കാറില്ലാത്തത് കൊണ്ട് BJPക്കും അത് സ്വീകാര്യമാണ്. ഒരു കൾച്ചറൽ നറേറ്റീവ്, ഇന്ത്യ എന്ന സിവിലൈസേഷൻ എൻറ്റിറ്റിയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇപ്പോൾ നല്ലത് തരൂറാണ്. അദ്ദേഹം ഞങ്ങളുടെ ലൈനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും സമൃദ്ധമായി ഉപയോഗിക്കാം. കോൺഗ്രസിനെ വെട്ടിലാക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു പോളിറ്റിക്സ് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായും നയതന്ത്രമാണ്, നന്മയാണ്, ഒക്കെയാണ്. പക്ഷേ കോൺഗ്രസിന് വലിയൊരു ആപ്പാണിത്. ഇപ്പോൾ ശ്രീ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ താൻ രാജ്യം തന്നെ മാടി വിളിക്കുന്നു, താൻ രാജ്യസ്നേഹിയാണ്. അതുകൊണ്ട് സങ്കുചിതമായ രാഷ്ട്രീയം തന്നെ ബാധിക്കുന്നില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ താൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ നറേറ്റീവ് സൃഷ്ടിച്ചാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയെ തരൂർ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്, സംശയമില്ല. ശ്രീ റജി, എവിടെയാണ് കോൺഗ്രസിന് പിഴച്ചത്? വിശ്വപൗരനായ തരൂരിനെ മനസ്സിലാക്കുന്നതിൽ ആ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ തരൂരിനെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? BJPയോട് പോരാടുന്ന, BJPക്കെതിരെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്ന പ്രധാന എതിരാളിക്ക് ഇട്ടുകൊടുക്കുകയാണ് തരൂരിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പാർട്ടിയെ നയിക്കുമ്പോൾ തരൂരിനെ പോലെ ഒരാളെ, എത്രയോ നേതാക്കൾ നമുക്കറിയാം, പാർട്ടി വിട്ടുപോയ എത്രയോ ആളുകളുണ്ട്, പ്രഗത്ഭരായ എത്രയോ ആളുകളുണ്ട്. എത്ര രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിൽ നിന്ന് പോയവർ രൂപീകരിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലായി. ഇനിയെങ്കിലും പാഠം പഠിക്കാത്ത കോൺഗ്രസ് വീണ്ടും തരൂരിനെയും വിട്ടുകൊടുക്കുകയാണോ BJPക്ക്? നോക്കൂ ശ്രീ രഞ്ജിത്ത്, ഇവിടെ ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സാണ് ബഹുമാനനായ ശ്രീ ശശി തരൂരിനെ MP സ്ഥാനത്തേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സര രംഗത്തേക്ക് ഇറക്കി 4 തവണ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയച്ചത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നോമിനിയായിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പാർലമെൻറ്റിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫോറിൻ അഫയേഴ്സിലെ അധ്യക്ഷനായി ആ പദം അലങ്കരിക്കുന്നത്. അദ്ദേഹത്തെ 2 തവണ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. UN-ൽ അദ്ദേഹം സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിക്കുമ്പോൾ അതിന് പിന്തുണ നൽകിയത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. അദ്ദേഹം ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ജനാധിപത്യ രീതിയിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ആ മത്സരത്തെ ജനാധിപത്യ രീതിയിൽ കാണുകയുണ്ടായി. ഇവിടെ നോക്കൂ, ഇവിടെ ഈ
സാഹചര്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമോന്നത നയരൂപീകരണ സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ ആ ചട്ടക്കൂടിൽ ആ പാർട്ടിക്ക് വിധേയമായി ആ നേതൃനിരയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് ബാധ്യതയില്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ BJPയിലെ സത്യപാൽ മാലിക് എന്ന ഒരു ഫോർമർ ഗവർണർ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് മേഘാലയയിൽ ഗവർണറായി. അപ്പോൾ അദ്ദേഹം BJPക്ക് എഗനിസ്റ്റായിട്ട് പലപ്പോഴും പ്രസ്താവനകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാർട്ടിക്ക് നിന്നുകൊണ്ട് പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് താനൊരു വിശ്വപൗരനാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം വരുമ്പോൾ ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്. നോക്കൂ, 11 കോടി ജനങ്ങളുടെ വോട്ട് വാങ്ങിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു ജനസഞ്ചയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ ജനത്തിൻ്റെ വോട്ട് കൊണ്ടാണ് ഇന്ന് കാണുന്ന ശശി തരൂരിനെ ഈ രീതിയിൽ ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി വളർത്തിയെടുത്തത്. കാരണം 2008 അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് ഉചിതമായ സ്ഥാനം നൽകി അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അംഗീകരിച്ചതാരാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ലേ? പക്ഷേ ഈ പലപ്പോഴും നിലപാടുകളിൽ മലക്കം മറിഞ്ഞുകൊണ്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി തൻ്റെ കഴിവിനെ അദ്ദേഹം പലപ്പോഴും അതിനെ പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എപ്പോഴും അധികാര കേന്ദ്രങ്ങളുമായി അടുത്തു നിൽക്കുവാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. കാരണം എന്താണ്, അദ്ദേഹം എപ്പോഴും യുണൈറ്റഡ് നേഷൻസിൽ അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ സെക്രട്ടറി ജനറൽ പോസ്റ്റിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നു. കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അദ്ദേഹം കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലെ ഭരണത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യവസായ നയം ഗംഭീരമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞു പാർട്ടിയെ സംബന്ധിച്ച് നയങ്ങളെ സംബന്ധിച്ച് അപ്പോൾ അദ്ദേഹം വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുന്നു. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന പല നിലപാടുകൾക്കും വിരുദ്ധമായ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അത് ശരിക്കും പാർട്ടിയുടെ നയ തീരുമാനങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അദ്ദേഹം അത് ആ കമ്മിറ്റിയിലെ ഫോറത്തിലല്ലേ പ്രഖ്യാപിക്കേണ്ടത്? കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഇത്തരം ഒരു ഡെലിഗേഷൻ അയക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം തരൂരല്ല എന്ന് മനസ്സിലാകരുത് എന്തുകൊണ്ടാണ്? ആ 4 പേരുടെ ലിസ്റ്റിൽ തരൂർ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് ആരുടെ പ്രശ്നമാണ്? ഈ സമീപകാലത്ത് ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം തരൂർ നടത്തിയ പല പ്രസ്താവനകളും രാജ്യ താൽപ്പര്യത്തിനൊപ്പമായിരുന്നു, അല്ലെങ്കിൽ വേണമെങ്കിൽ മോദിയുടെ ലൈനിനൊപ്പമായിരുന്നു, BJP ലൈനിനൊപ്പമായിരുന്നു, സംശയമില്ല. പക്ഷേ അതിനു മുൻപ് മോദി വിമർശകൻ കൂടിയായിരുന്നു പലതവണ. നമുക്കറിയാം, മോദിയെ വിമർശിച്ചിട്ടുള്ള ആൾ കൂടിയാണ് തരൂർ. അങ്ങനെ ഇത്തരമൊരു ഡെലിഗേഷൻ അയക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തരൂരല്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ചോദിക്കുന്ന ആ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീജി. നോക്കൂ, ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു നിലപാടും ഇന്റർനാഷണൽ കോൺഗ്രസ് മുൻപ് സ്വീകരിച്ചിട്ടില്ല, ഇപ്പോൾ സ്വീകരിക്കില്ല, വരും കാലങ്ങളിലും സ്വീകരിക്കില്ല. കാരണം ഇന്ത്യക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യ സമരത്തിന് മേൽനോട്ടം വഹിച്ച് അതിനെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ന് കാണുന്ന ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും കൊണ്ട് കൈവെളയിൽ വെച്ച് കൊടുത്ത ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ദേശീയത വിട്ടോ ഉള്ള ഒരു തരത്തിലുള്ള നിലപാടുകൾക്കും വശംവദരാവില്ല. അപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, ശശി തരൂർ അദ്ദേഹത്തെ നിയോഗിച്ചു. അദ്ദേഹം തീർച്ചയായും പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെടണമായിരുന്നു. ആ പ്രപ്പോസലിന് ഇന്റർനാഷണൽ കോൺഗ്രസ് അനുമതി നൽകിയുണ്ടായി. ഇവിടെ BJP എന്ന പാർട്ടി സങ്കുചിതമായ രാഷ്ട്രീയം ഇതിൽ കളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ഈ ഒരു പ്രതിസന്ധിയിൽ, അതായത് ഈ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ പാർട്ടികളും ആ ഒരു സംഘർഷത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടിന് ശക്തിയായി ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുകയുണ്ടായി. കോൺഗ്രസ് നിരുപാധിക പിന്തുണ നൽകുകയുണ്ടായി. 2 പ്രാവശ്യം സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ അതിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മറിച്ച് നമ്മൾ എന്തിനാണ് ഈ സർവകക്ഷി സംഘത്തെ വിദേശത്തേക്ക് അയക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യക്കെതിരായ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന സന്ദേശം വിദേശ രാജ്യങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ്. ഇവിടെ രാഷ്ട്രീയ കക്ഷികളെയാണ് ഇത്തരത്തിൽ സർവകക്ഷി സംഘത്തിലേക്ക് അതിൻ്റെ പ്രതിനിധികളെ അയക്കുവാൻ ആവശ്യപ്പെടേണ്ടത്. അതായത് ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗത്വമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വവുമായി BJP വളരെ ഓപ്പണായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രതിനിധി സംഘത്തെ അയക്കുവാൻ ആവശ്യപ്പെടണമായിരുന്നു. നിശ്ചയമായും ഇന്റർനാഷണൽ കോൺഗ്രസ് ശശി തരൂരിനെ അയക്കുമായിരുന്നു. കാരണം അദ്ദേഹം വിദേശകാര്യവുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ ഇവിടെ BJP കളിച്ച രാഷ്ട്രീയം ഇതല്ല. അവർ സങ്കുചിതമായ രാഷ്ട്രീയം നടത്തി. നോക്കൂ, എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല? നോക്കൂ,
നോക്കൂ, വിദേശ നയത്തിൽ വന്ന പാളിച്ചകളുടെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഈ 7 സമിതികളെ, ഈ മെമ്പേഴ്സിനെ നമ്മൾ വിദേശത്തേക്ക് അയക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു തുറന്ന സമീപനം സ്വീകരിക്കുന്നതിൽ BJP വല്ലാതെ എന്താണ് അവരുടെ സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണം ഇതിൽ പ്രകടിപ്പിച്ചു. ഇവിടെ ശശി തരൂരെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു അംഗം എന്നുള്ളതോ അല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് മുഴുവൻ കക്ഷികളും ഇന്ത്യക്കെതിരായ ഒരു ഭീകരാക്രമണത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന സന്ദേശം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. 1994 എന്തുകൊണ്ടാണ് AV വാജ്പേയിയെ നരസിംഹറാവു വിദേശത്തേക്ക് അയച്ചത്? 2008 എന്തുകൊണ്ടാണ് സർവകക്ഷി സംഘത്തെ നമ്മൾ വിദേശത്തേക്ക് അയച്ചത്? അവിടെ ഒന്നും സങ്കുചിതമായ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. നോക്കൂ, 1907 അങ്ങനെ ഒരു തീരുമാനം കേന്ദ്രം എടുത്തപ്പോഴാണ് കോൺഗ്രസ് അതിനെ ആ തരത്തിൽ എതിർക്കുന്നത്. ജയറാം രമേശ് നേതാക്കന്മാരടക്കം പറയുന്ന പ്രസ്താവനകൾ ഇതിനോട് ചേർത്ത് വെക്കണം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് BJP കോൺഗ്രസിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞങ്ങളുടെ ഈ സർവകക്ഷി സംഘത്തിലേക്ക് നമുക്ക് അയക്കുവാൻ നിങ്ങൾ പേര് തരിക എന്ന് എന്തുകൊണ്ട് നിർദ്ദേശിച്ചില്ല? ശശി അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായും അങ്ങനെ ഒരു മര്യാദ കാട്ടിയില്ല എന്നുള്ളതാണ്. ശ്രീ കേണൽ ഡിന്നി, ഇവിടെ ശശി തരൂർ യാതൊരു സംശയവുമില്ല ഈ സംഘത്തെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ അദ്ദേഹം തന്നെയാണ്. ആഗോള വിശ്വപൗരനാണ്. ശ്രീ മോഹൻ വർഗീസ് സാറൊക്കെ പറഞ്ഞതുപോലെ ഏത് രാജ്യത്ത് പോയി ഇറങ്ങിയാലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരാൾ കൂടിയാണ് അദ്ദേഹം. പക്ഷേ കേന്ദ്രം കാട്ടേണ്ട ഒരു മര്യാദയുണ്ടല്ലോ. കോൺഗ്രസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ വേണമെന്ന് പറയുമ്പോൾ അവരെ അറിയിക്കേണ്ട, ഇത്തരമൊരാളെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവരെ അറിയിക്കേണ്ട ഒരു സാമാന്യ മര്യാദ അത് കാട്ടണമായിരുന്നു. യാതൊരു സംശയമില്ല. തരൂരിൻ്റെ കഴിവിനെയോ അദ്ദേഹത്തിൻ്റെ സേവനത്തെയോ ഇകഴ്ത്തിക്കൊണ്ടല്ല പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ രാഷ്ട്രീയ മര്യാദ എന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും അത് ചെയ്യേണ്ടി വരും. അത് ചെയ്തില്ല. അവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. നോക്കൂ ശ്രീ രഞ്ജിത്ത്, ഐ തിങ്ക് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടുള്ളത്, ശ്രീ ജയറാം രമേശ് ഇന്ന് ആ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതായത് ഭാരത സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 4 പേരുകൾ അവർ നിർദ്ദേശിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതേ ദിവസം തന്നെ അവർ 4 പേര് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഭാരത സർക്കാർ ഈ പേരുകൾ ഇപ്പം ചെയ്തിട്ടുള്ള പേരുകൾ പബ്ലിഷ് ചെയ്തത്. അപ്പം സർക്കാർ കോൺഗ്രസിനടുത്ത് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് ശരിയല്ല. കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ജയറാം രമേശിന്റെ ട്വീറ്റ് ഉണ്ട്. ആ ട്വീറ്റിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, രാവിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഞങ്ങളുടെ അടുത്ത് 4 പേര് വേണോന്ന് ചോദിച്ചു. അത് അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ കൊടുത്തു. അടുത്ത ദിവസം ടു ആർ സർപ്രൈസ് ഡിഫറെന്റ് പേര് വന്നെന്നാണ്. അപ്പൊ അത് ഫസ്റ്റ് ആസ്പെക്ട്. അതായത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന് വേണമെങ്കിൽ ഡോക്ടർ ശശി തരൂരിന്റെ പേര് കൊടുക്കാമായിരുന്നു. ഇവിടെ രഞ്ജിത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് പ്രശ്നം. ഈ BJP കേന്ദ്ര സർക്കാരിന് കോൺഗ്രസ് കൊടുത്ത പേരിൽ തരൂരില്ല. മറ്റു 4 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗൗരവ് ഗൊഗോയി, നസീർ ഹുസൈൻ, ആനന്ദ് ശർമ്മ, അമരീന്ദർ സിംഗ് രാജ. ഇവരാരും അയോഗ്യരുമല്ല. ഓക്കെ, ആ കാര്യത്തിൽ തന്നെ ഞാൻ വരുന്നത്. നമ്മൾ നോക്കും, നമ്മളൊരു ഭരണഘടനാപരമായിട്ട് ജനാധിപത്യ രാജ്യമാണ്. അവിടെ പാർലമെന്റിൽ ആണ് ഏറ്റവും ഫൈനൽ സേ. അങ്ങനെ ഒരു പാർലമെന്റ് കമ്മിറ്റി, ഇപ്പൊ നമുക്കറിയാലോ, എല്ലാവരും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് പാർലമെന്റ് കമ്മിറ്റി. ആ പാർലമെന്റ് കമ്മിറ്റിയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യത്തിന്റെ ചെയർമാൻ ഡോക്ടർ ശശി തരൂരാണ്. ആ ഡോക്ടർ ശശി തരൂരിനെ നോമിനേറ്റ് ചെയ്തതാരാണ്? കോൺഗ്രസ് ആണ്. അപ്പൊ നമ്മൾ വിദേശത്തേക്ക് ഇങ്ങനെ ഒരു ക്രൈസിസ് സമയത്ത് നമ്മൾ ഒരു ഡെലിഗേഷൻ അയക്കുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അത് അയക്കാൻ പാടില്ലേ? അതോ അവർ ആ പേര് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വരത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനാധിപത്യമായിട്ടുള്ള പാർലമെന്റിനെ മാനിക്കുന്ന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാനിക്കുന്ന ആ ചെയർമാനെ എന്തുകൊണ്ട് പേര് കൊടുത്തില്ല? അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതൊരു വെറും ഒരു ഡെലിഗേഷൻ അല്ല പുറത്തോട്ട് പോകുന്നത്. നമ്മളൊരു ക്രൈസിസിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണ്. ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ പോസ് ആണ്. അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പറേഷൻ നിർത്തിയിട്ടില്ല എന്നാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ സ്റ്റാൻഡ്, സൈന്യത്തിന്റെ സ്റ്റാൻഡ് ആയാലും ശരി, ഗവൺമെന്റ് സ്റ്റാൻഡ് ആയാലും. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഡെലിഗേഷൻ പുറത്തു പോകുന്നത്? ഈ ഡെലിഗേഷൻ പുറത്തുനിന്ന് ഭാരതത്തിന്റെ ഐക്യം കാണിക്കാൻ വേണ്ടി മാത്രമല്ല. ശ്രീ രജി പറഞ്ഞ പോലെ അതൊരു ഫാക്ടറാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ വിദേശത്ത് പോകുന്നത് ഈ നറേറ്റീവ്, അത് ഡോക്ടർ മോഹൻ വർഗീസിനെ കുറച്ചുകൂടെ മനസ്സിലാവാം. ഈ നറേറ്റീവ് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ നിന്ന് ഭീകരവാദമാണ് പ്രശ്നം എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ആളുകൾ വിദേശത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ഭീകരവാദമാണ് ഇഷ്യൂ, ആ ഭീകരവാദത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ, അതായത് ഇത്രയും വലിയൊരു സംഭവത്തിൽ ന്യൂക്ലിയർ എന്നുള്ള കാര്യം വളരെ ലാഘവത്തോടെ ഇറസ്പോൺസിബിൾ ആയിട്ട് പാകിസ്ഥാൻ ചെയ്യുന്നു. അതിനെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരണം.
മൂന്നാമതായിട്ട് നമ്മുടെ നയം, അതായത് നമ്മൾ ഇനി എന്താണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ ആ ഒരു ന്യൂ നോർമൽ എന്ന് പറയുന്നത്, അതായത് ഭീകരവാദത്തിന് ഭാരതം എങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ. അതായത് നമ്മൾ ഒരിക്കലും ഇനി ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ വരത്തില്ല, നമ്മുടെ സ്റ്റേറ്റും ടെററിസം തമ്മിൽ വ്യത്യാസം കാണത്തില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ആക്ഷൻ എടുക്കണോ നമ്മളത് എടുക്കും എന്ന് ആളുകളെ ബോധിപ്പിക്കും. നാലാമതായിട്ട് ഭാരതം ഒരു വികസന രാജ്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോൺഫ്ലിക്ട്, ഈ ക്രൈസിസ് കാരണം നമ്മളെ മറ്റുള്ള കാര്യത്തിൽ നിന്നും ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള ആശങ്ക വേണ്ട എന്നും കൂടി നമ്മൾ പുറം രാജ്യങ്ങളിൽ പറയണം. ഈ കാര്യങ്ങൾ നമ്മൾ പറയണം. കാരണം ഇനിയിപ്പോ IMF-ന്റെ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിലൊക്കെ മീറ്റിംഗ് ഒക്കെ വരും. അവിടെയൊക്കെ നമ്മൾ ഈ നമ്മളെ റേറ്റിംഗ്സ് മറ്റു കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഫിഫ്ത് പോയിന്റ് ആണ് ഈ നേരത്തെ ശ്രീ രജി പറഞ്ഞു, അതിനകത്ത് ഞാൻ യോജിക്കുന്നു. അതായത് നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, ഡെമോക്രസിയാണ്, പല വോയിസസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് പല വിഭാഗത്തിലുള്ള ആളുകളാണ് അതിന്റെ ഡെലിഗേഷൻ ആയിട്ട് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ എന്താണ് നമ്മളെ ലക്ഷ്യം? പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഈ MP-മാരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ കാര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടാലന്റ്, ആ ടാലന്റിനെ നമ്മൾ പുറത്തോട്ട് വിടുക. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെർട്ടീസ് ഉള്ള കുറച്ച് അംബാസിഡേഴ്സ് ഉണ്ട് അതിനകത്ത്, അതുപോലെ മുൻ വിദേശകാര്യ മന്ത്രിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാമായിരുന്നു. ഇപ്പൊ ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡോക്ടർ ശശി തരൂർ ആസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് ക്വാളിഫൈഡ് ആണ്. യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ആയിരുന്നു. എന്തിനു വേണ്ടിയാണ്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ, അതായത് നമ്മൾ എന്തിനാ പോകുന്നത് അതിന്റെ ആയിരുന്നു അദ്ദേഹം അവിടെ അണ്ടർ സെക്രട്ടറി. ആൻഡ് ലോകത്ത് മൊത്തവും വിശ്വപൗരൻ എന്നുള്ളത് ആ ഒരു ടാഗ് ലൈൻ കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ്. ഇന്ന് ആരടുത്ത് ചോദിച്ചാലും, ഏത് കുട്ടികളടുത്ത് ചോദിച്ചാലും അറിയാം ഡോക്ടർ ശശി തരൂർ ഇസ് ക്വാളിഫൈഡ് പുറത്ത് പോയിട്ട് ഈ കാര്യം സംസാരിക്കും. ആ പേര് തന്നില്ല. നെക്സ്റ്റ് പേര് മനീഷ് തിവാരി അഗെയിൻ അദ്ദേഹത്തിനെ കുറിച്ച് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഇങ്ങനത്തെ വിഷയത്തിൽ ധാരാളം കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പഠിച്ച് എഴുതുന്ന ഒരു വ്യക്തിയാണ്, ധാരാളം നല്ല രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരില്ല. സൽമാൻ ഖുർഷീദ് എക്സ്റ്റേണൽ അഫയേഴ്സ് മുമ്പ് മിനിസ്റ്റർ ആയിരുന്ന ഒരു വ്യക്തിയാണ്. സൽമാൻ ഖുർഷീദിന്റെ പേര് വന്നില്ലല്ലോ. അദ്ദേഹം എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കോൺഗ്രസിന്റെ തന്നെ വിശ്വസിക്കാൻ ഒരു എന്താ പറയുക നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളെന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് തന്നില്ല, അവര് മറ്റ് പേരുകൾ തന്നു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടി പോളിറ്റിക്സ് കളിച്ചത് ആരാണെന്ന് ആ ലിസ്റ്റിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പം രാഷ്ട്ര താല്പര്യം നോക്കിയിട്ടില്ല. ഞാൻ പറയുന്നു പാർട്ടി അവർ തന്ന പേരും അത്ര ചെറിയ പേരുകളല്ല സാർ. ഗൗരവ് ഗൊഗോയ് അദ്ദേഹം സ്കോളറാണ്, വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. നസീർ ഹുസൈൻ നമുക്കറിയാം, അദ്ദേഹം ആരാണ്. ആനന്ദ് ശർമ്മ അദ്ദേഹം വിദേശകാര്യ ഉണ്ടല്ലോ. എന്തോ ആനന്ദ് ശർമ്മ ഇപ്പോഴും ഉണ്ട്. ഗൗരവ് ഗൊഗോയും ശശി അല്ല അവർ തന്ന ലിസ്റ്റിലുള്ള 4 പേരും പ്രമുഖരാണെന്ന് പറഞ്ഞാണ്. അല്ല, ഡെഫിനറ്റ്ലി അവർ 4 പേരും MP മറ്റ് ഇതാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഡോക്ടർ ശശി തരൂരിന്റെ ഈ ഫസ്റ്റ് 4-ൽ വരാനുള്ള കാപ്പബിലിറ്റി ഇല്ല എന്നാണോ നമ്മൾ പറയുന്നത്? ഡെഫിനറ്റ്ലി അദ്ദേഹം ഇല്ലേ. സൽമാൻ ഖുർഷീദിന്റെ പേര് അതിനകത്ത് വരാൻ പാടില്ലേ? എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, വെൽ റൈഡ് ആയിട്ടുള്ള ആളുകളല്ലേ. അപ്പൊ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പേരുകൾ അത്ര ഒരു എന്താ പറയുക അത്ര പ്രമുഖരാണോ എന്നാണ് എന്റെ മറുചോദ്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് കുറെ നാളുകളായിട്ട് ഡോക്ടർ ശശി തരൂരിന്റെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്, അത് ഒരു വശം. പക്ഷെ എന്തോ ഒരു പിടിവാശിയാണ് കോൺഗ്രസ്. അതായത് ഹൈക്കമാൻഡ് പറയുന്ന രീതിയിലേക്ക് കേട്ടില്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു കൾച്ചർ ഉണ്ട്. അതായത് അവർ പറയുന്ന ആ രീതിയിലേക്ക് വന്നില്ലെങ്കിൽ ഇനി എന്തായാലും ശരി ആ രീതിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ബെസ്റ്റ് ഓഫ് ദി ടാലന്റ് കോൺഗ്രസ് ഒരു കാരണം ഇതാണ്. അതായത് ഇപ്പൊ നോക്കൂ, ഇതിന് മുൻപ് തന്നെ നോക്കൂ, ഗുലാം നബി ആസാദ് അദ്ദേഹം ഇന്നിപ്പോ ഈ ഡെലിഗേഷന് പാട്ടുണ്ട്, പക്ഷെ കോൺഗ്രസിന് പുറത്താണ്. ഇനി പഴയ ആളുകൾ നോക്കിയാണ്, ശരത് പവാർ, മമതാ ബാനർജി, ഇവരെല്ലാം കോൺഗ്രസിന്റെ ഒറിജിനൽ ആളുകളായിരുന്നു. പക്ഷെ ഇവരെല്ലാം അവരെല്ലാം പുറത്തുപോയി അവരുടെ പൊളിറ്റിക്കലി വലിയ രീതിയിലുള്ള നേട്ടം ചെയ്തിട്ടുള്ള ആളുകളാണ്. പ്രണബ് മുഖർജി, നരസിംഹറാവു, നമ്മൾ ഓരോരുത്തരുടെ പേരെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അവരെല്ലാം ടാലന്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അവരെല്ലാം അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുള്ള ആളുകളായിരുന്നു. അവർക്ക് അതായത് അവർ ഒരു പാർട്ടി ഓഫ്കോഴ്സ് ഉണ്ട്, അതിലെല്ലാം തിരിച്ചു വരാം. ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കി, ഡെന്നി കാര്യങ്ങൾ വ്യക്തമാക്കി. പക്ഷേ അങ്ങനെ നമുക്കൊരു സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ BJP-യുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്ത ഒരു കാര്യമായി ഇതിനെ കാണാൻ സാധിക്കുമോ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം നമുക്കറിയാം ശശി തരൂർ ഇവിടെ അദ്ദേഹം നേരത്തെ മോദിയെ പലതവണ വിമർശിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരള രാഷ്ട്രീയത്തിലടക്കം അദ്ദേഹത്തിന് ചില താല്പര്യങ്ങളുണ്ട്. അദ്ദേഹം പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ KPCയുടെ ലിസ്റ്റടക്കം, നേതൃത്വ ലിസ്റ്റടക്കം പുറത്തു വരുന്നു. അവിടെ അദ്ദേഹത്തിന് സ്ഥാനമില്ല. കേന്ദ്രത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്കറിയാം തിരുവനന്തപുരം MP ആയി മാത്രം ഇരിക്കുക, അതിന് മുകളിലേക്കൊരു പദവി അദ്ദേഹത്തിന് പറ്റില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഒരു പാർട്ടിയിൽ ഒതുങ്ങുന്ന ഒരാളല്ല, എപ്പോഴും വാർത്തയിൽ നിലനിൽക്കാൻ താല്പര്യമുള്ള ആളാണ്, എപ്പോഴും പദവികൾ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരാൾക്ക്
ഈ പറഞ്ഞ സമീപകാലത്തായി അദ്ദേഹം പ്രസ്താവനകൾ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായി നടത്തുന്നു. മോദി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുമായും നെഹ്റുവുമായിട്ടൊക്കെ താരതമ്യമൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യമല്ല അന്ന് അപ്പോൾ എന്ന് പറഞ്ഞ് വ്യക്തമാക്കുന്നു. അങ്ങനെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് ഏതാണ്ട് ബോധ്യമാകുന്ന തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നില്ല. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ അതായത് അവർ തീരുമാനിക്കട്ടെ, അതായത് വർക്കിംഗ് കമ്മിറ്റി അംഗം പറയുവാണ് അവർ തീരുമാനിക്കട്ടെ, കോൺഗ്രസും അവരും കേന്ദ്ര സർക്കാരും തമ്മിലാണ് പ്രശ്നം എന്നുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ BJP ലക്ഷ്യം വെക്കുന്നത് കേവലം സ്കോളറായ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു തരൂരിനെ മാത്രമാണോ? BJPക്ക് ഞാൻ കാണുന്ന ഒരു ചിത്രം, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വിശാലമായ ഒരു ഫ്രെയിമുണ്ട്. ഈ നേതൃത്വത്തെ, ടാലൻറ്റഡ് ലീഡർഷിപ്പിനെ കൈവശപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ ഓൺ ചെയ്യാൻ ഒരു വിശാല പദ്ധതിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേ ഗോ വെരി സോഫ്റ്റ് ഓൺ അംബേദ്കർ നവഡേയ്സ്. അത് പ്രത്യേകമായി കാണാതെ പോകരുത്. വെരി 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 എൻത്യൂസിയാസ്റ്റിക് അബൌട്ട് സർദാർ വല്ലഭ്ഭായ് പട്ടേൽ. ഇപ്പോൾ പുതിയ തലമുറ ആളുകൾക്ക് സർദാർ വല്ലഭ്ഭായ് പട്ടേൽ കോൺഗ്രസ് നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഉരുക്കു മനുഷ്യനുമൊക്കെ ആയിരുന്നു എന്ന് അറിയുക പോലുമില്ല. ഒരു പക്ഷേ ഇപ്പോഴത്തെ കിട്ടുന്ന ഒരു സൂചന അനുസരിച്ച് ലോകത്തെ ഏറ്റവും വലിയ സ്റ്റാച്യു, സർദാർ സരോവർ സ്റ്റാച്യു അവിടെ വരുന്നു. ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും BJP നയിക്കുന്ന ഗവൺമെൻറ് ഓഫ് ഗുജറാത്തും ഒക്കെ തന്നെയാണ്. അപ്പം വലിയ നേതാക്കൾ, മുൻകാലങ്ങളിലുള്ള ചില കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് നെഹ്റുവിയൻ ലെഗസിക്ക് പുറത്തുള്ള ചില തലയെടുപ്പുള്ള മുൻകാല നേതാക്കളും സമീപകാല നേതാക്കളും എല്ലാം തന്നെ ഒരു ദേശീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു നറേറ്റീവ് അതിന് അനുരൂപമായ രീതിയിൽ കൊണ്ടുവരാം എന്നൊരു ചിന്തയാണ്. അതുകൊണ്ടാണ് ചരിത്രം മുൻകാലങ്ങളിൽ ഇപ്പോൾ ഗാന്ധിയൻ ലെഗസിയെ പോലും പൂർണ്ണമായി BJP തള്ളി പറയുന്നില്ല. നെഹ്റുവിൻ ലെഗസി മാത്രമാണ് BJP തള്ളിപ്പറയുന്നത്. അതുകൊണ്ട് ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്ന നിലയിൽ BJP വളർന്നപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള എക്സെപ്ഷണൽ ടാലൻസ് അവരെ വെറും കോൺഗ്രസ്സുകാരായി, പാർട്ടിക്കാരായി തുച്ഛീകരിച്ച് കാണാൻ BJP തയ്യാറാകുന്നില്ല. അത് അവരുടെ ഒരു മിടുക്കാണ്, അവരുടെ ഒരു ടാലൻറ്റാണ്, അല്ലെങ്കിൽ ഒരു ടാലൻറ്റ് സെർച്ചിൻ്റെ ഒരു ഭാഗമാണ്. അത് വേണമെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ BJPയുടെ പോളിറ്റിക്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സെൻസിൽ തരൂർ ഇതിന് പിന്നിൽ ഒരു പോളിറ്റിക്സ് ഉണ്ട്. ശശി തരൂരിനെ സെലക്ട് ചെയ്തതിന് പിന്നിൽ ഒരു പോളിറ്റിക്സ് ഉണ്ട്, പോസിറ്റീവ് പോളിറ്റിക്സ് ഉണ്ട്, ഒരു കമ്പല്ലിങ് പോളിറ്റിക്സുമുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വെട്ടിലാകും, പാർട്ടി വെട്ടിലാകും. കാരണം BJPയുടെ നോമിനി അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോമിനിയായി തരൂർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ കോൺഗ്രസിനെ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് വളരെ വലിയ സമ്മർദ്ദത്തിലാക്കി, എന്നിട്ട് വലിയ രീതിയിലുള്ള പ്രചരണമാണ് കൊടുത്തത് തരൂർ. ഇപ്പോൾ നേരത്തെ കേണൽ ഡിന്നി സൂചിപ്പിച്ചതുപോലെ തരൂർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയെ വേണ്ട രീതിയിൽ, മുൻകാലങ്ങളിൽ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയെ എത്രത്തോളം പ്രഗത്ഭമായി ഇന്ത്യയെ ഷോക്കേസ് ചെയ്തോ അതുപോലെയോ അതിനേക്കാൾ മെച്ചപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഷോക്കേസ് ചെയ്യാൻ കഴിയും. ഇവിടെ ഏറ്റവും വലിയ ഷോക്കേസിങ് പറഞ്ഞ കേണൽ ഡിന്നി 4-5 കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും അതെല്ലാം റെലവൻ്റാണ്. ഒരു കാര്യം കൂടെ റെലവൻ്റാണ്. ഇന്ത്യ ഇപ്പോൾ ഭയക്കുന്നൊരു കാര്യമുണ്ട്. അത് കാശ്മീരിനെക്കുറിച്ച് കണ്ട ലോക നേതാക്കളെല്ലാം തന്നെ കയറി അഭിപ്രായം പറഞ്ഞു തുടങ്ങും. കാരണം അത് ട്രംപ് തുടങ്ങി വെച്ച ഒരു മാലപ്പടക്കമാണ്. ഇതങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ എർദോഗാനും പറഞ്ഞു. പല ആളുകൾ പറയുമ്പോൾ അത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു കാശ്മീർ ഒരു തർക്ക വിഷയമാണ് എന്ന ഒരു ചിന്ത ലോകരാജ്യങ്ങളിൽ ഇടയിലുണ്ട്. അത് മാറണം. കാശ്മീർ തർക്ക വിഷയമല്ല, അത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രദേശമാണ്. അതിൽ ഒരു ബൈലാറ്ററൽ, മൾട്ടിലാറ്ററൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി മീഡിയേഷൻ കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇല്ല. ആ ഒരു നിലപാട് വ്യക്തമായി പറയണം. പാകിസ്ഥാനുമായി ഇപ്പോഴുള്ള പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനമായി പാകിസ്ഥാൻ കാണുന്നത് കാശ്മീർ വിഷയമാണ്. അങ്ങനെയെങ്കിൽ അവരുപയോഗിക്കുന്ന മാർഗം ഭീകരരെ അവിടെ നട്ട് നനച്ച് വളർത്തി ഇന്ത്യയിൽ അതിർത്തി കടന്ന് വിടുകയാണ്. അപ്പോൾ ആ ഒരു നിലപാടെടുക്കുമ്പോൾ ഇന്ത്യയുടെ മുൻകാല നയം ഒരു ടോളറൻസിൻ്റെ നയമായിരുന്നു. 2008 മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ ഇതേ സംഘടനയാണ്, ലഷ്കർ-ഇ തോയ്ബയാണ്, ഹഫീസ് സയ്യിദ് നയിച്ച ലഷ്കർ-ഇ തോയ്ബ തന്നെയാണ് മുംബൈ ഭീകരാക്രമണത്തിൽ 160-ൽ പരം പേരുടെ മരണത്തിനിടയാക്കിയ ആ ഒരു ഹീന സംഭവം. അത് അന്ന് തിരിച്ച് റിറ്റാലിയേറ്ററി സ്ട്രൈക്ക് ചെയ്തില്ല. അന്ന് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാമായിരുന്നു, ഇന്ത്യ ചെയ്തില്ല. അപ്പോൾ ഇന്ത്യയുടെ നയം മാറിയിരിക്കുന്നു. ഭീകരതയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭീകരതയും ദേശരാഷ്ട്രത്തിൻ്റെ പ്രവർത്തനം ഒന്നാണ്. ഇന്ത്യ ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടെറർ ഇൻസ്റ്റിഗേറ്റഡ് അറ്റാക്ക് ആൻഡ് ഡയറക്റ്റ് മിലിറ്ററി അറ്റാക്ക് ഫ്രം പാകിസ്ഥാൻ. അതായത് ടെററിസം
ഈസ് ഈക്വൽ ടു പാകിസ്ഥാൻ ആർമി എന്ന നിലയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ തീർച്ചയായും ഇപ്പോൾ നിർത്തിവെച്ച ഒരു ഓപ്പറേഷൻ സിന്ധൂർ വീണ്ടും പുനരാരംഭിക്കും. ഇത് ലോകരാജ്യങ്ങൾ പിന്നെ വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിലെത്തും, ജനറൽ അസംബ്ലിയിലെത്തും, സെക്യൂരിറ്റി കൗൺസിലെത്തും, മനുഷ്യാവകാശ കമ്മീഷനിലെത്തും. മുൻകാലങ്ങളിൽ ഇവിടെ പറഞ്ഞാൽ 94 എന്തിനാണ് വാജ്പേയി വെളിയിൽ പോയത്? യുണൈറ്റഡ് നേഷൻസിൻ്റെ മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യയുടെ ഭാഗം വാദിക്കാനാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു, ഭാരതത്തിൻ്റെ കാശ്മീരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു. ഇന്ത്യൻ ആർമി അവിടെ വലിയ രീതിയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെയല്ല, സ്ഥിതിവിവരക്കണക്കുകളുടെ സഹായത്തോടുകൂടി ഒന്നാന്തരമായി വാജ്പേയിക്ക് അത് വാദിക്കാൻ കഴിഞ്ഞു. അത് നല്ലൊരു ടീമിനെയാണെന്ന് വിട്ടത്. സൽമാൻ ഖുർഷിദ്, വാജ്പേയി അതുപോലെയുള്ള ആളുകളെയാണെന്ന് വിട്ടത്. 2008 ശേഷം വിട്ട സർവകക്ഷി സംഘത്തിലും ഇതേപോലെയുള്ള ഏറ്റവും ഹാൻഡ് പിക്ഡ് ആളുകളാണ്. ഈ 2 ദൗത്യങ്ങളും വിജയിക്കാനുള്ള കാരണം അതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നും ഇന്ത്യയുടെ ഭരണകൂടമല്ല, മറിച്ച് ഇന്ത്യയുടെ ജനതയുടെ യഥാർത്ഥ പ്രതിനിധികളാണ്. ദേ ആർ ദ കൾച്ചറൽ എമിസറീസ് ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ ഒരു ഫീല് അന്താരാഷ്ട്ര സമൂഹത്തിന് കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ആ സ്കെയിൽ കുറച്ചുകൂടി മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ബ്രഹ്മാണ്ഡ സ്കെയിലുള്ള ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവാണ്. കഴിഞ്ഞ ഒരു മാസമായി പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഒരു 10-15 ദിവസം ആക്രമണം നടക്കുന്ന നമ്മൾ ഇന്ത്യ തിരിച്ചടിക്കുന്നതിന് മുൻപുള്ള ഒരു 2 ആഴ്ച സമയം ഹെക്റ്റിക് പാർലേസ് വെർ ഓൺ. ഇതനുസരിച്ച് ലോകരാജ്യങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഔപചാരിക സ്വഭാവം അതിന് വരണമെങ്കിൽ അവിടെ ചെന്ന് പറയണം. ഇപ്പോൾ എംബസികളെ വിളിച്ചാണ് പറഞ്ഞത്. ഇന്ത്യയുടെ സൗത്ത് ബ്ലോക്കിലേക്ക് വിദേശകാര്യ ഇതുമായിട്ട് മന്ത്രാലയങ്ങളിലൊക്കെയുള്ള ആളുകൾ, അതായത് ഈ നയതന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. രാഷ്ട്ര നേതാക്കളെ, വൻകിട നേതാക്കളെ, ട്രംപിനെ പോലെയുള്ള ആളുകളെ, ഇമ്മാനുവൽ മാക്രോയെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ കെയർ സ്റ്റാമർ, അതുപോലെ ലോക നേതാക്കളെ നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഫോണിൽ വിളിച്ചു. ഇനിയിപ്പോൾ വേണ്ടത് ഡോക്ടർ തരൂറിൻ്റെ ഒരു മാഗ്നിഫിസൻറ്റ് മാഗ്നറ്റിക് ടച്ച്. അത് വലിയ മാറ്റമുണ്ടാക്കും. നമുക്കറിയാം തരൂർ വൈബ്രൻറ്റ് പേഴ്സണാലിറ്റിയാണ്. തിരുവനന്തപുരത്ത് MP എന്ന നിലയിൽ മാത്രമല്ല തരൂരിനെ കാണേണ്ടത്, കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ മാത്രമല്ല തരൂരിനെ കാണേണ്ടത്. അപ്പോൾ ഇതിനെല്ലാം പുറമെ അദ്ദേഹം ഒരു MP പോലുമാണ് എന്ന് കാണേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇന്ത്യയെ ഒന്നാന്തരമായി ഷോക്കേസ് ചെയ്യും എന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ വിഷയം, ഈ തന്ത്രപരമായ വിഷയങ്ങളിൽ ക്ലാരിറ്റി വരുത്താൻ തരൂരിൻ്റെ ഒരു നിപുണത സഹായിക്കും എന്നതുകൊണ്ടാണ് അനിവാര്യനായി മാറുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം അനിവാര്യനാണ്. ഞാൻ പറഞ്ഞ് പൂർത്തിയായിക്കോട്ടെ. ഇദ്ദേഹം അനിവാര്യനാണ് എന്ന ചിന്തയുണ്ട്. അനിവാര്യനായ ഒരാളെ അയക്കുന്നു. അത് തീരുമാനം എന്ന നിലയിൽ ഭരണകൂടത്തിൻ്റെ പ്രൊറോഗറ്റീവ് അല്ലേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രൊറോഗറ്റീവ് അല്ലേ ആരെ അയക്കണമെന്നത്. അപ്പോൾ ഇത് ഒരു കോട്ടയിലും പെടുത്തേണ്ട ആളല്ല തരൂർ. അതിനുശേഷം കോൺഗ്രസിനോട് പറയാമായിരുന്നു, ലുക്ക്, വി ഹാവ് ചോസൺ തരൂർ, അത് നിങ്ങളുടെ ആൾ തന്നെയാണ്, ഏത് കോട്ടയിൽ വന്നാലും സാരമില്ല, യു ക്യാൻ പുട്ട് അതർ നെയിംസ്. അങ്ങനെയല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത്. അപ്പോൾ ഇവിടെ വലിയ തോതിലുള്ള ആശയക്കുഴപ്പമുണ്ടായി. അവസാനം ഇപ്പോൾ മുഖം നഷ്ടപ്പെട്ടത് കോൺഗ്രസിന് കൂടുതലായി മുഖം നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം തരൂരിനെ ഉൾപ്പെടെ ആനന്ദ് ശർമ്മയുടെ പേര് അംഗീകരിക്കപ്പെട്ടു. അതുപോലെ ഈ വേറൊരാളെയും കോൺഗ്രസ് നോമിനിയായി BJP മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ രീതിയിലാണ് കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് ആണ് കൂടുതൽ പ്രതിരോധത്തിൽ. ഭാരതീയ ജനതാ പാർട്ടി ഒരു പൊളിറ്റിക്കൽ ഗെയിം എന്ന നിലയിൽ ഇതിനെ എടുത്തു എന്നത് വിശാലാർത്ഥത്തിൽ ശ്രീ മോഹൻ വർഗീസ് പറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രയോറിറ്റി ഉള്ള ഒരു പേഴ്സണാലിറ്റി കൂടിയാണ്. പക്ഷെ അത് കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. കാരണം തുടർച്ചയായിട്ട് ഇന്നിപ്പോൾ ജയറാം രമേശ് പറഞ്ഞത് പാർട്ടീസ് മസ്റ്റ് ബി കൺസൾട്ടഡ് ബിഫോർ ഫിക്സിംഗ് ഡെലിഗേറ്റ്സ് എന്ന് ഉള്ള അഭിപ്രായം പറയുന്നു. അസംതൃപ്തി തുറന്നു പറയുന്നു. തരൂരിനെ ആ വിശാല അർത്ഥത്തിൽ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ശ്രീ PJ വിൻസെന്റ് വളരെ പ്രധാനപ്പെട്ട ഡെലിഗേഷനാണ്. വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ പോയി ലോകരാജ്യങ്ങളോട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ല പാകിസ്ഥാനിലെ യൂട്യൂബ് ചാനലുകളായാലും മാധ്യമങ്ങളായാലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലതരത്തിലാണ്. ഇന്ത്യയുടെ അറ്റാക്കുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റൊരു നറേറ്റീവാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായി തന്നെ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ തരൂരിനെ പോലെ പ്രധാനപ്പെട്ട എക്സ്പെർട്ടൈസ് ഉള്ള ഒരാൾ വേറെ ഇല്ല. കാരണം അപൂർവമായി സംഭവിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് പോകേണ്ടത്. അതിന് മറുപടി നൽകാൻ, ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പര്യാപ്തരായിരിക്കണം. അതിനുള്ള എക്സ്പീരിയൻസ് UN-ലൊക്കെയുള്ള എക്സ്പീരിയൻസ് തരൂരിനെ ഉപയോഗപ്പെടുത്തും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, അത് രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളതാണ്.
കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നില്ല തരൂരിൻ്റെ ആ തരത്തിലുള്ള ഒരു പ്രസക്തി. BJP അതിനെ മറ്റൊരു തലത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. BJP കേന്ദ്ര സർക്കാർ കോൺഗ്രസിൻ്റെ അനുവാദം വാങ്ങാൻ നേരത്തെ അറിയിക്കാതെ അദ്ദേഹത്തെ ഫിക്സ് ചെയ്യുന്നു ഒരു കമ്മിറ്റിയുടെ തലവനായി. അങ്ങനെ ഇത്തരം കാര്യങ്ങളിലാണ് ഒരു നേർവഴി പോക്കുണ്ടോ ഈ വിഷയത്തിൽ എന്ന് നമുക്ക് സംശയം ഉയരുന്നത്. അല്ല, ഇത് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ തന്നെ ഒരു പ്രശ്നമാണ്. നമ്മുടെ പാർലമെന്റ് രൂപപ്പെടുന്നതും നമ്മളുടെ ഗവൺമെന്റ് രൂപപ്പെടുത്തുന്നതും പാർട്ടി അടിസ്ഥാനത്തിലാണ് മത്സരിക്കാനുള്ള ടിക്കറ്റുകൾ ലഭിക്കുന്നത്. പാർട്ടി പ്രതിനിധിയായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുപോലെ പാർട്ടി അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി, CPIM-ന്റെ പാർലമെന്ററി പാർട്ടി എന്നിങ്ങനെയാണ് അതിന്റെ സ്വരൂപം. അപ്പോൾ ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഒരു MP പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ പാർട്ടിക്കാണ്. പലപ്പോഴും ആ പാർലമെന്ററി പാർട്ടിയാണ് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഈ പ്രശ്നം നമ്മൾ പരിഗണിക്കണം. ബാക്കി ഉള്ളത് ആഭ്യന്തരമായ പ്രശ്നമാണ്. കോൺഗ്രസ് ആരെ പ്രതിനിധിയായിട്ട് അയക്കും എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധിയായി ആര് പോകണം എന്നുള്ളത് BJP എന്നുള്ള പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ആ അർത്ഥത്തിൽ ആ സംവാദം ആ നിലയ്ക്ക് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള സവിശേഷമായ പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇന്ത്യയുടെ ഇതപര്യന്തമുണ്ടായിട്ടുള്ള വിദേശ നയത്തിൽ, പ്രത്യേകിച്ച് പ്രതിരോധ നയത്തിൽ, കാശ്മീരുമായി ബന്ധപ്പെട്ട നയത്തിലും കാതലായ മാറ്റം ഉണ്ടായിരിക്കുന്നു. അതാണ് ന്യൂ നോർമൽ എന്ന പേരിൽ എന്ന് വളരെ കൃത്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ച പുതിയ നയമാറ്റത്തിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഭീകരതയെ അതിന്റെ വേരോട് പിഴുതെടുക്കും എന്നുള്ളതാണ്. എവിടുന്നാണോ ഭീകരത ഒറിജിനേറ്റ് ചെയ്യുന്നത് അവിടെ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത് ആണവായുധം കാണിച്ച് ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് ഈ ഭീകരവാദം നേരിട്ട് അക്രമം നടത്തുന്ന ഭീകരവാദികൾ മാത്രമല്ല, അവരെ അയക്കുന്ന ഭീകര സംഘടനയും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രവും ഗവൺമെന്റും കൂടി ഞങ്ങൾ ലക്ഷ്യം വെക്കും എന്നതാണ്. ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആദ്യത്തേത് ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം, ഭീകരന്മാരെ കണ്ടെത്തുന്നു, അവരെ ശിക്ഷിക്കുന്നു എന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതേസമയം ആണവായുധം പരിഗണിക്കില്ല എന്നത് വളരെ സവിശേഷമായ മാറ്റങ്ങൾ, വലിയ റിപ്രക്കഷൻ ഉണ്ടാക്കുന്ന ഒരു പോളിസിയാണ്. കാരണം നമ്മൾ ഇരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ശക്തരായ 4 ആണവ ശക്തികളുടെ കേന്ദ്രത്തിലാണ്. അതിൽ ചൈനയും പാകിസ്ഥാനും 2 ആണവ ശക്തികൾ അവര് ഏറെക്കുറെ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു, ഒരു സഖ്യമായി പ്രവർത്തിക്കുന്നു. ഇതേ മേഖലയിൽ തന്നെ ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സൈനിക ശക്തിയും അമേരിക്കയേക്കാൾ അധികം ആണവായുധ ശേഖരമുള്ള റഷ്യ നിൽക്കുന്നു. റഷ്യ നിർണായക ഘട്ടത്തിലെല്ലാം ഇന്ത്യയുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്, ഇനിയും നിൽക്കും. അത്രയും വലിയ സൗഹൃദം റഷ്യയും ഇന്ത്യയും തമ്മിലുണ്ട്. അപ്പോൾ റഷ്യ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ 4 ആണവ ശക്തികൾ ഒന്നിക്കുന്ന ഒരു ഹോട്ട്സ്പോട്ടാണിത്. അപ്പോൾ അവിടെ ഒരു ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ മുഴുവൻ കൺസേൺ ആണ്. അപ്പോൾ അക്കാര്യം സ്വാഭാവികമായിട്ടും ലോകത്തിലെ വൻ ശക്തികളോടും മറ്റു രാജ്യങ്ങളോടും വിശദീകരിക്കേണ്ടി വരും. അതിനൊരു എക്സലന്റ് ടീം തന്നെ പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ തരൂരിനേക്കാൾ ശേഷിയുള്ള ആളുകളുണ്ടെങ്കിൽ അത് പോകണം. അത് ചരിത്രപരമായി നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. 1948 ഈ UN കാശ്മീർ വിഷയം UN-ലേക്ക് കൊണ്ടുപോകുമ്പോൾ നെഹ്റു വിചാരിച്ചത് വളരെ ലളിതമായി ഈ കാര്യങ്ങൾ നമുക്ക് ലോക ജനതയെ വാദിച്ചുറപ്പിക്കാൻ സാധിക്കും, യുണൈറ്റഡ് നേഷൻസിന്റെ പിന്തുണ കിട്ടും എന്നുള്ളതാണ്. അതേസമയം പാകിസ്ഥാൻ പ്രതിനിധിയായിട്ടുള്ള സാഫറുൽ ഖാന്റെ ദീർഘമായ പ്രസംഗം കഴിഞ്ഞ സമയത്ത് അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള ലോകത്തിലെ വൻശക്തി രാഷ്ട്രങ്ങൾ, അന്നത്തെ വൻശക്തി രാഷ്ട്രങ്ങൾ, മുതലാളിത്ത ബ്ലോക്ക് ബ്ലോക്കായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ല എന്നതാണ് അത് കാണിക്കുന്നത്. അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഒറട്ടറിക്കൽ സ്കിൽസ് വളരെ പ്രധാനമാണ്, ഡിബേറ്റിംഗ് കപ്പാസിറ്റി വളരെ പ്രധാനമാണ്. നമ്മൾ അയക്കുന്ന ആളുകൾക്ക് നമ്മുടെ നയം വളരെ ശരിയും ശാസ്ത്രീയവും തത്വാധിഷ്ഠിതവും സുവ്യക്തവുമായി അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭീകരത, ലഷ്കർ-ഇ-തയ്യബയുടെ കുറെ ഭീകരത ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണം നടത്തിയ ഭീകരരെ മാത്രം
ടാർഗറ്റ് ചെയ്യുക, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, ശിക്ഷിക്കുക എന്നുള്ളതല്ല. അവരെ ട്രെയിൻ ചെയ്ത് അയക്കുന്ന ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയെ ലക്ഷ്യം വെക്കും. അവരെ സംരക്ഷിക്കുന്ന, പരിശീലനം കൊടുക്കുന്ന, പണം കൊടുക്കുന്ന, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുന്ന പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെയും അതിന്റെ ഗവൺമെന്റിനെയും ഞങ്ങൾ ലക്ഷ്യം വെക്കും എന്ന് പറയും. അപ്പോൾ ഇത് വളരെ സുവ്യക്തമായ ഒരു മാറ്റമാണ്. അപ്പോൾ ഇത് ലോകരാഷ്ട്രങ്ങളോട് കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിന്റെ കൂടെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ പ്രശ്നത്തെ സമീപിക്കുമ്പോൾ നമ്മൾ ലോകരാജ്യങ്ങളോട് പറയുന്ന കൂട്ടത്തിൽ ഇത് മൂന്നും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ അത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കാശ്മീർ സ്വന്തമായി കയ്യിൽ വെച്ചിട്ടുള്ള പ്രദേശം POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണ്? അപ്പൊ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ പ്രകാരം യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഒരു പ്രദേശം സ്വന്തം രാജ്യത്തിന്റെ ഭാഗമായി വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന വാക്കിനർത്ഥം പാകിസ്ഥാൻ യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത് അനധികൃതമായി അവർ കൈവശം വെച്ചിരിക്കുന്ന പ്രദേശമെന്നാണ് അർത്ഥം. ആ അർത്ഥത്തിലാണ് 1949 ആർമിട്ടൈസ് എഗ്രിമെന്റ്, വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചത് മുതൽ പാകിസ്ഥാൻ പിടിച്ചെടുത്ത ആ പ്രദേശം, ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാനികൾ പറയും, നമ്മൾ ഇപ്പോഴും നമ്മളുടെ എല്ലാ വാദങ്ങളിലും POK എന്നാണ് പറയുന്നത്. ആ POK എന്ന് പറയുന്ന പ്രദേശവും അതോടൊപ്പം ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയും പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ഈ പ്രദേശം ഇന്ത്യക്ക് കിട്ടണം എന്നുള്ള വാദവും കൂടി ആഗോളതലത്തിൽ ഉയർത്തുമോ എന്നുള്ളത് പ്രാപ്തനായ ഒരാൾ തന്നെയാണ് തരൂർ, സംശയമില്ല. റജി പറഞ്ഞോളൂ സാർ, പെട്ടെന്ന് സാർ. അല്ല, ഒരു കാര്യവും കൂടി അതിന്റെ കൂടെയുണ്ട്. ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ലഡാക്കിന്റെ ഭാഗമായ അക്സായി ചിൻ 36,000 ചതുരശ്ര കിലോമീറ്റർ ചൈന ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. അത് ചൈനീസ് ഒക്കുപ്പൈഡ് അക്സായി ചിൻ ആണ്. അപ്പൊ അതിന്റെ കാര്യം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ വലിയ സാധ്യതകളുള്ളതും നമ്മുടെ നയത്തിൽ വലിയ മാറ്റവും വരുന്ന ഒരു എക്സസൈസ് ആണ്. ഇന്ന് വന്ന വാർത്ത പാകിസ്ഥാനും സമാനമായ ഡെലിഗേഷൻ വേണ്ടി ആളുകളെ വിടുന്നു എന്നുള്ള വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നു. ശ്രീ റജി, പക്ഷേ ഇവിടെ താങ്കൾ തരൂരിനെ കുറിച്ച് പറഞ്ഞു. തരൂര് പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന ഒരു ആളാണ്, പാർട്ടിയുടെ വോട്ട് കൊണ്ട് ജയിച്ച ആൾ. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതിശക്തമായ പോരാട്ടം BJP ജയിക്കുമെന്ന് വന്ന ഘട്ടത്തിലൊക്കെ തരൂരിൻ്റെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹത്തിലെ ആ തരത്തിലുള്ള ഒരു കൾട്ടൊക്കെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ വിജയത്തെ സ്വാധീനിച്ചു. തരൂരല്ല മറ്റൊരാളായിരുന്നു ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തോൽക്കുമെന്ന കാര്യം സംശയമില്ല. BJP സ്ഥാനാർത്ഥി സുഖമായിട്ട് ജയിച്ചു കയറി വന്നേനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു തരൂരിനെ മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് പ്രശ്നം വരുന്നുണ്ടോ? അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിനെ രാജ്യസ്നേഹവുമായി ചേർത്ത് വെച്ചാണ് അദ്ദേഹം ഈ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അത്തരത്തിൽ കാണാതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ അത്തരത്തിൽ പാർട്ടിയുടെ അനുവാദം വാങ്ങണം. ഇന്നിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പ്രതികരണമൊക്കെ വന്ന് നമ്മൾ കണ്ടു, അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട്. അങ്ങനെ അദ്ദേഹത്തെ അകന്നു നിൽക്കുന്ന ഒരാളെ വീണ്ടും അകറ്റുന്നൊരു പ്രക്രിയ എങ്ങനെ ശരിയാവും? കോൺഗ്രസിനെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഇന്ത്യയിൽ ആർക്ക് കഴിയും ശ്രീ രഞ്ജിത്ത്? ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ശില്പി, നമ്മുടെ ഭരണഘടനയുടെ ശില്പികൾ ആരാണ്? നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്താണ്? ഈ ഡോക്ടർ ശശി തരൂർ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് 17 വർഷമേ ആകുന്നുള്ളൂ. ഇവിടെ ഞാൻ ഡോക്ടർ ശശി തരൂരിൻ്റെ പാണ്ഡിത്യത്തെയോ അദ്ദേഹത്തിൻ്റെ ആ ആർട്ടിക്കുലേഷനുള്ള കഴിവിനെയോ ഒന്നും ലഘൂകരിച്ച് കാണാനല്ല ആഗ്രഹിക്കുന്നത്. മറിച്ച് അദ്ദേഹം ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കാനുള്ള ഒരു മര്യാദ, അല്ലെങ്കിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം, ഒരു വ്യക്തിത്വം, ആ ഒരു വ്യക്തിത്വത്തിൻ്റെ സവിശേഷത അദ്ദേഹം പുലർത്തേണ്ടേ? ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ നേതൃത്വനിരയെ എതിരാളികൾക്ക് കടന്നാക്രമിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതാണോ ഒരു വ്യക്തിത്വത്തിൻ്റെ സവിശേഷത? അദ്ദേഹം അതുപോലെ നോക്കൂ, അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ആയിട്ട് ബന്ധപ്പെടാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ടോ? അദ്ദേഹം എപ്പോഴും ഈ കാറ്റിൽ ക്ലാസ് എന്നുള്ള ഒരു വേർതിരിവ് വരുത്തിക്കൊണ്ട് സാധാരണക്കാരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ളൊരു ശ്രമമല്ലേ അദ്ദേഹം നടത്തുന്നത്? നോക്കൂ, റീസെൻ്റായിട്ട് കേരളത്തിൻ്റെ മുൻ KPCC പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ K. സുധാകരൻ, അദ്ദേഹം ഈ ഡോക്ടർ ശശി തരൂരിനെ 2-3 തവണ ടെലിഫോൺ ചെയ്തിട്ട് ആ ടെലിഫോണൊന്ന് എടുത്ത് മറുപടി പറയാനുള്ള ഒരു എന്താണ് ആ ഒരു മര്യാദ അദ്ദേഹം കാട്ടിയില്ല എന്നുള്ളത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഹാലോ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായും ഓർക്കേണ്ടത് അദ്ദേഹത്തിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്നത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. അദ്ദേഹം ഇൻ്റർനാഷണൽ
ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയിലെ അംഗമാണ്. അപ്പോൾ ആ സമിതി നോക്കൂ, ഇന്റർനാഷണൽ കോൺഗ്രസിലെ അംഗങ്ങൾ അതിനൊരു ഒരു 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 അച്ചടക്കം വേണ്ടേ? ഏത് രാജ്യത്തായാലും, ഈവൻ ഒരു വീടായാൽ പോലും, ഒരു സമൂഹമായാൽ പോലും, ഒരു അച്ചടക്കമില്ലാത്ത ഒരു സമൂഹത്തെയാണോ ഒരു രാഷ്ട്രം വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ ഇത് ഒരു നേതാവിന് യുക്തമായി ചേരുന്ന ഉചിതമായ ഒരു സമീപനമാണോ എന്നല്ലേ നമ്മുടെ രാജ്യം ചിന്തിക്കേണ്ടത്. ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് വിമുക്ത ഭാരതം സൃഷ്ടിക്കാനാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ വലിയ വാർത്തയാക്കി, അല്ലെങ്കിൽ അതിനെ കൂടുതൽ അതിലേക്ക് ഇടപെട്ടുകൊണ്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടക്കാനുള്ള ഒരു വളരെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയം ഇവിടെ BJP കളിക്കുന്നു. അതുകൊണ്ട് നഷ്ടമാകുന്ന എന്താണ്? നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായ മര്യാദകൾ കാട്ടേണ്ടതുണ്ട്. ഒരു വിശാല ജനാധിപത്യമാണ്. ആ രാഷ്ട്രീയ പാർട്ടികളാണ്. ബഹുമാനീയനായ ശ്രീ PJ അദ്ദേഹം പറഞ്ഞതുപോലെ, വിൻസെൻ്റ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഒരു ജനാധിപത്യ രാജ്യത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു രാഷ്ട്രഭരണത്തിൻ്റെ നിർണായക ഘടകമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ആ രാഷ്ട്രീയ പാർട്ടികളുമായി സംവദിക്കുകയും ഒരു യോജിപ്പിലെത്തേണ്ടതും ഒരു സമവായത്തിലെത്തേണ്ടതും ചെയ്യുന്നത് ഭരണകക്ഷിയുടെ പ്രൈമറി ബാധ്യതയാണ്. അവിടെ BJP പരാജയപ്പെട്ടിരിക്കുന്നു. അതാണ് ശ്രീ ഡിന്നി അങ്ങനെ ഒരു രാഷ്ട്രീയ മര്യാദ BJP കാട്ടിയില്ല എന്നുള്ളതാണ് ആരോപണം. സർ, ശബ്ദത്തിന് പ്രശ്നമുണ്ട്, മ്യൂട്ടാണ്. പറഞ്ഞോളൂ. ഇപ്പം രണ്ടും ഈ നമ്മളെ ഇപ്പൊ ഈ പഹൽഗാം കഴിഞ്ഞിട്ട് ധാരാളം ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഇത് കണ്ട്. അപ്പം പാകിസ്ഥാനില് ഒരു വീഡിയോ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പാർലമെന്റിൽ അവര് പറഞ്ഞ ഒരു കാര്യം, സത്യപാൽ മലിക്, നമുക്കറിയാം ഗവർണർ ആയിരുന്നു, സത്യപാൽ മലിക്കും ശ്രീ രാഹുൽ ഗാന്ധിയും കൂടെ ഇരുന്ന് ഒരു ഇന്റർവ്യൂവിന് കോട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അവിടെ കണ്ടു. അതായിരുന്നു പാകിസ്ഥാൻ കോട്ട് ചെയ്തിരുന്നത്. അപ്പം ശ്രീ സത്യപാൽ മലിക്കിനെ ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പൊ സത്യപാൽ മലിക്കിനെ അങ്ങനെ BJP പുറത്തൊന്നും ആക്കിയിട്ടില്ലെന്നാണ് എനിക്ക് അറിയുന്നത്. സോ അവിടെ പോയി അങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പം അത് ഒരു മര്യാദ ആണോ അതോ അല്ല ആ രീതിയിലുള്ള അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? സോ ഇതിനാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ ചെറിയ ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. ഇത് ആക്ച്വലി പറഞ്ഞ ഒരു ഇഷ്യൂവേ അല്ലായിരുന്നു. കോൺഗ്രസ് പാർട്ടി ഡോക്ടർ ശശി തരൂരിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എക്സ്റ്റേണൽ അഫയേഴ്സ് അതിന്റെ പേരിൽ നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമേ വരത്തില്ലായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പാർട്ടിയുടെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ, അപ്പൊ നേരത്തെ ശ്രീ PJ വിൻസെന്റ് പറഞ്ഞ പോലെ ആ ഒരു കാര്യത്തിൽ ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. പാർലമെന്റ് ആണ് വലുത്. ആ പാർലമെന്റിൽ ഓരോ പാർട്ടീസ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ സേ ഉണ്ട്. അതേ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഡോക്ടർ ശശി തരൂരിനെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കിയത്. അപ്പൊ ആ ഒരു വിഷയം, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തേക്ക് പുറത്തു പോകുമ്പോൾ ബാക്കി എല്ലാ രീതിയിലും ക്വാളിഫൈഡ് ഒരാള് അതെല്ലാം മാറ്റിവെച്ചിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ് അതിന്റെ ചെയർമാനെ അയക്കാതിരിക്കുന്നത് എന്ത് യുക്തിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഇത് ആക്ച്വലി പറഞ്ഞ കോൺഗ്രസിന്റെ ഇതിന്റെ തോട്ട് പ്രോസസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും നമുക്കത് അതെന്താ പറഞ്ഞാൽ അങ്ങനെ ഒരെണ്ണം അത് പോട്ടെ എന്നുള്ള രീതിയിൽ അവർ അത് നോമിനേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അതിനെക്കാട്ടി വലിയ എന്തൊക്കെയോ അവിടെ ക്ലാഷസ് ഉണ്ട്, എന്തൊക്കെയോ ഈഗോ പ്രശ്നങ്ങളുണ്ട്, ആരുടെയൊക്കെ ഈഗോ ഹേർട്ട് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് BJP സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇത് വ്യക്തമായിട്ട് നമുക്കൊരു ഉദ്ദേശമുണ്ട്. അത് ഉദ്ദേശം നേരത്തെ ഞാനും പറഞ്ഞു, ഡോക്ടർ മോഹൻ വർഗീസും പറഞ്ഞു, ശ്രീ PJ വിൻസെന്റ് പറഞ്ഞു, അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ കാര്യങ്ങൾ ലോകരാജ്യങ്ങളെ അറിയിക്കുക. അതിനകത്ത് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ടാലന്റ് ഈ MPs മറ്റുള്ള അവരെ നമ്മൾ പുറത്തോട്ട് അയക്കുക. അപ്പൊ അതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നോക്കൂ, ഒവൈസി എന്താണ് പറഞ്ഞത് കൃത്യമായിട്ട്, ഐ ആം ഗോയിങ് നോട്ട് ആസ് എൻ AIM മെമ്പർ, ഐ ആം ഗോയിങ് ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലുള്ള ഒരു സ്റ്റാൻഡ് എന്തുകൊണ്ട് എടുത്തിട്ട് ഈ ഒവൈസി നമ്മുടെ BJP ഗവൺമെന്റിനെ പ്രൈസ് ചെയ്ത് സംസാരിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം അതുപോലെ തന്നെ നോക്കൂ, കന്നിമൊഴി DMK ഏറ്റവും നമ്മൾ ഒപ്പോസ് ചെയ്യുന്ന ഒരു പാർട്ടിയല്ല, അവര് പോകുന്നുണ്ടല്ലോ. എന്നിട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതായത് ഞങ്ങൾ ഇതിനെ അഗ്രി ചെയ്യുന്നില്ല, പക്ഷെ ഞങ്ങൾ ഇതിന് പോകുന്നു. അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ എന്തൊക്കെയോ ഒരു ഈഗോ ക്ലാഷസ് ഉണ്ട്. ആ ഈഗോ ക്ലാഷസിനെ വേണ്ടിക്കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഉള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തെറ്റായ ഒരു ഡിസിഷൻ, രാഷ്ട്രത്തിന് തെറ്റായിട്ടുള്ള ഡിസിഷൻ അവരെടുക്കേണ്ടി വന്നു. തീർച്ചയായും ശ്രീ മോഹൻ വർഗീസ്, അപ്പോഴും ഈ നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ കുറ്റപ്പെടുത്തുമ്പോൾ തരൂരിനെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ സമീപകാലത്തുള്ള വാക്കുകളുമൊക്കെ ഒട്ടും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതല്ല. ആ പാർട്ടിയുടെ അച്ചടക്കം കൂടി പാലിക്കാത്ത ഒരു തരൂരിനെ കൂടെ നമ്മൾ കാണുന്നുണ്ട്. ശ്രീ രഞ്ജിത്ത്, പാർട്ടി അച്ചടക്കമൊക്കെ പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ പാർട്ടിയുടെ താഴെ തട്ടിൽ നിന്നും വിജയിച്ച് വരണം. അല്ലെങ്കിൽ KSU, യൂത്ത് കോൺഗ്രസ്,
അങ്ങനെ സേവാദൾ ഇങ്ങനെ മുകളിലേക്ക് വന്ന് പോഷക സംഘടനകളിലൂടെ വളർന്ന് ഘട്ടം ഘട്ടമായിട്ട് ഉയർന്ന് ഒരു MP സ്ഥാനത്തും അല്ലെങ്കിൽ സംഘടനയുടെ നേതൃസ്ഥാനത്തും ഒക്കെ വരണം. ശശി തരൂരിൻ്റെ വളർച്ച അങ്ങനെയായിരുന്നില്ല. ഒരു കരിയർ ഒരു പേഴ്സൺ എന്ന നിലയിൽ, ഒരു ഗ്ലോബ് ട്രോട്ടർ എന്ന നിലയിൽ നിന്നും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. ഹീ നീഡഡ് എ വെഹിക്കിൾ ടു പെർഫോം, അല്ലേ? അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. ഇതിന് മുൻപ് വന്നിട്ടുള്ള വിഖ്യാതനായ ഒരാളാണ് KR നാരായണൻ. ഓർക്കൂ, KR നാരായണൻ ഡിപ്ലോമാറ്റായിരുന്നു, കരിയർ ഡിപ്ലോമാറ്റായിരുന്നു, അംബാസഡറായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ നെഹ്റുവിന് വളരെ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ലെറ്ററും കൊണ്ടാണ്, ഹറോൾഡ് ജെ ലാസ്കറിൻ്റെ ലെറ്ററും കൊണ്ടാണ് നെഹ്റുവിനെ കാണാൻ വന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ പയ്യെ ഇന്ത്യയുടെ ഒരു നയതന്ത്ര മുഖമായി മാറുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹം ചൂസ് ചെയ്യുകയും ചെയ്ത് അന്നത്തെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ, സംവരണ മണ്ഡലത്തിൽ വിജയിച്ച് MP ആയി, കേന്ദ്രമന്ത്രിയായി, അതിനുശേഷം ഉപരാഷ്ട്രപതിയായി, രാഷ്ട്രപതിയായ ഒരാളാണ്. അപ്പം ഒരാളിന് ഒരു വ്യക്തി അച്ചടക്കത്തോടുകൂടി പ്രവർത്തിച്ചാൽ, ഒരു റൈറ്റ് ടൈം റൈറ്റ് പൊളിറ്റിക്കൽ എൻട്രി സംഭവിച്ചാൽ തീർച്ചയായും ഇന്ത്യയുടെ പ്രഥമ പൗരൻ വരെയാകാൻ സാധിക്കും. തരൂർ ഒരുപക്ഷെ ഈ KR നാരായണനേക്കാൾ ലോകം അറിയുന്ന ഒരു ഡിപ്ലോമാറ്റാണ് തരൂർ എന്ന് ഓർക്കണം. KR നാരായണനെ കുറച്ച് പറഞ്ഞതല്ല. അപ്പോൾ തരൂറിന് ഒരുപാട് മോഹങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ പോലും എത്തണം എന്ന താല്പര്യം തരൂരിനുണ്ടാകാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അദ്ദേഹം ആഗ്രഹിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മൾ വ്യാപകമായി സംസാരിച്ചതുമാണ്. അങ്ങനെയുള്ള വലിയ മോഹങ്ങളുമായി ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് വരുമ്പോൾ ആ രാഷ്ട്രീയ കക്ഷി തരൂരിനെ പൂർണ്ണമായി തരൂറിൻ്റെ ഒരു മോഹങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ആ റിസോഴ്സിനെ നിലനിർത്താൻ ശ്രമിക്കണം. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിൽ പലപ്പോഴും തരൂർ വളരെ അസംതൃപ്തനായിരുന്നു. തരൂരിന് പ്രോട്ടോക്കോൾ, കോൺഗ്രസിനകത്തൊരു ഹൈറാർക്കിയുണ്ട്, പ്രോട്ടോക്കോളുണ്ട്, ചില രീതിശാസ്ത്രങ്ങളുണ്ട്, താഴെ തട്ടിലെ ചില രീതിശാസ്ത്രമുണ്ട്, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് പോളിറ്റിക്സ് ഉണ്ട്. ഇതൊന്നും തന്നെ തരൂരിന് വശമല്ല. അദ്ദേഹത്തിന് ഗ്ലോബൽ പോളിറ്റിക്സ് വശമായിരിക്കാം, പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പോളിറ്റിക്സ് അദ്ദേഹത്തിന് പൂർണ്ണമായി വശമല്ല. അതുകൊണ്ടാണ് ശ്രീ റജ്ജി ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ച ഈ കോൺഗ്രസ് സംഘടനാ പ്രവർത്തകരെ ഫോൺ വിളിച്ചാൽ എടുക്കില്ല, പ്രസിഡന്റ് തന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ചില രീതികളിൽ ചില ഇതുണ്ട്. അവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. തരൂർ ഈ പുരയേക്കാൾ വളരെ വലിപ്പത്തിൽ വളരുന്നു എങ്കിൽ ആ ബ്രാഞ്ച് സ്വല്പം ഒന്ന് ചീകി മിനിക്കണ്ടേ എന്ന ചിന്ത ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടായി കാണണം. അങ്ങനെയെങ്കിൽ ചില രീതിയിൽ കടിഞ്ഞാണിട്ട് പിടിച്ചാൽ ഈ ആകാശത്തെ ഒന്ന് തടഞ്ഞു നിർത്താം. പക്ഷേ ആ കടിഞ്ഞാൺ പൊട്ടിച്ചുകൊണ്ട് കുതിച്ചു പായുന്ന കുതിരയായി ശശി തരൂർ പല പ്രാവശ്യം പോയി. അപ്പോൾ കടിഞ്ഞാൺ കയ്യിലിരിക്കുന്നതേ ഉള്ളൂ, ഒന്നും ചെയ്യാനാവുന്നില്ല. ഈ ഒരിക്കൽ കൂടി തരൂർ കോൺഗ്രസ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു. പക്ഷേ കോൺഗ്രസ് വിട്ട്, ഇവിടുത്തെ ചോദ്യം, ഈ ഡിബേറ്റിൻ്റെ തന്നെ ചോദ്യം, കോൺഗ്രസ് വിട്ട് തരൂർ BJPയിലേക്ക് പോകുന്നു, ചേക്കേറുന്നുണ്ടോ? കുടിയേറ്റത്തിന് മുന്നിലുള്ള കൂടുമാറ്റത്തിന് മുൻപിലുള്ള അഭ്യാസങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത്? എൻ്റെ ഉത്തരം അങ്ങനെ ആകാൻ സാധ്യതയില്ല. BJPക്കും അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ആ രീതിയിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ കഴിയും, അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മുഖമായി ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ BJPക്കും ഇതേ സംഘടനാ തത്വങ്ങൾ BJPക്കും ബാധകമാണ്. അവിടെ അത് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് അത്ര കടന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം ആയിട്ടില്ല എന്നാണ് എൻ്റെ നിഗമനം. റജി, കോൺഗ്രസ് വിട്ട് തരൂരിൻ്റെ നോട്ടം BJPയിലേക്കാണ് എന്നുള്ള ചിന്ത താങ്കൾക്കുണ്ടോ? രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. സമീപകാലത്തുള്ള തരൂരിൻ്റെ പല വർത്തമാനങ്ങളും രീതികളുമൊക്കെ കണ്ടാൽ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി തരൂരിനുണ്ടോ? അദ്ദേഹം 2008 ബഹുമാന്യനായ തരൂർ ഇന്ത്യയിലെത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിൽ, അതായത് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ തെരഞ്ഞെടുത്ത് കോൺഗ്രസ് പ്രസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കുവാൻ അദ്ദേഹം തയ്യാറായി. ആ ആദർശത്തിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹം സന്നദ്ധനായി. അപ്പോൾ കോൺഗ്രസ് ഐഡിയോളജിയിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അതിൻ്റെ ഇൻക്ലൂസീവ് ഗ്രോത്തിനെയും എല്ലാം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. ഈ നേതൃനിരയുമായുള്ള അദ്ദേഹത്തിൻ്റെ ചില അസ്വാരസ്യങ്ങൾ ഒഴിവാക്കിയാൽ അദ്ദേഹം കോൺഗ്രസ് നിലപാടിനപ്പുറമായി നിന്നു പോകുന്നു എന്നൊരിക്കലും നമുക്ക് കരുതാനാവില്ല. ആ ആദർശത്തിൽ അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ പലപ്പോഴും പല നേതാക്കളും, ഇപ്പോൾ നമുക്ക് KV തോമസ് എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസ്സിലുണ്ടായി. പല ഘട്ടങ്ങളിൽ അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് നേട്ടം കൈവരിച്ചു. അവസാനം കോൺഗ്രസിനെ വിട്ട് മറ്റൊരു മേഖലയിലേക്ക് ചേക്കേറി. അത്തരത്തിൽ ഒരു മേച്ചിൽപ്പുറം തേടി ബഹുമാന്യനായ ശശി തരൂർ പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം കോൺഗ്രസിൻ്റെ ആദർശവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. മാത്രമല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോയാലും ബഹുമാന്യനായ
നമ്മുടെ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ചട്ടക്കൂടുണ്ട്. പലപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന ബഹുസ്വരതയുള്ള ബഹുമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ അത്ര ജനാധിപത്യ ബോധം ഇന്ന് ഇന്ത്യയിലുള്ള മറ്റു ഒരു രാഷ്ട്രീയ പാർട്ടിയും അനുവദിച്ച് നൽകുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ബഹുമാന്യനായ ശശി തരൂരിന് ഏറ്റവും കൂടുതൽ പ്രശോഭിക്കുവാനും ഉന്നതിയിലേക്ക് എത്താനും കഴിയുന്ന പ്രസ്ഥാനം ഇന്റർനാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇന്റർനാഷണൽ കോൺഗ്രസ് വിട്ടുപോകും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. തീർച്ചയായും അതാണ്. നന്ദി ശ്രീ പി ജെ വിൻസെന്റ്, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ റജി, ഒപ്പം ശ്രീ ഡെന്നി ഈ ചർച്ചയുടെ ഭാഗമായതിന്. തരൂർ BJP-യിലേക്ക് പോകുന്നോ എന്നായിരുന്നു പ്രേക്ഷകർക്കായി ഞങ്ങൾ ചോദിച്ച ചോദ്യം. പോകുമെന്ന് 67% ആളുകൾ, പോകില്ല എന്ന് 29%, നിഷ്പക്ഷമായി 4% പ്രേക്ഷകർ ഉത്തരം നൽകി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.